നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ആദ്യം വരുന്നത് ചികിത്സാ ചെലവിനെ ഓർത്തിട്ടാണ്. കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നെപ്പോഴും പറയുന്നത്. പക്ഷേ വിപണിയിൽ നൂറുകണക്കിന് കമ്പനികളും ആയിരക്കണക്കിന് പ്ലാനുകളും ഉള്ളപ്പോൾ ഏതാണ് നല്ലതെന്ന് പലർക്കും അറിയില്ല. ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ഏജന്റുമാർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് കണ്ണും പൂട്ടി ഒപ്പിടരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പറയാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. ലളിതമായി പറഞ്ഞാൽ 100 പേർ ചികിത്സാ സഹായത്തിന് അപേക്ഷിച്ചാൽ അതിൽ എത്ര പേർക്ക് കമ്പനി പണം നൽകി എന്ന കണക്കാണിത്. 2026 കണക്കനുസരിച്ച് 95% മുകളിൽ ഈ റേഷ്യോ ഉള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണ്. നിങ്ങളുടെ വീടിന് അടുത്തുള്ള പ്രധാന ആശുപത്രികളിൽ ഇൻഷുറൻസ് കാർഡ് കാണിച്ചാൽ പണം നൽകാതെ ചികിത്സ കിട്ടുമോ എന്ന് പരിശോധിക്കണം. ഇതിനെയാണ് ക്യാഷ്ലെസ് സൗകര്യം എന്ന് പറയുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപുള്ള ചിലവുകളും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള മരുന്നിന്റെ ചിലവുകളും ഇൻഷുറൻസ് കമ്പനി നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മിക്കവാറും കമ്പനികൾ 30 ദിവസം മുൻപുള്ള ചിലവും 60 ദിവസം ശേഷമുള്ള ചിലവും നൽകാറുണ്ട്. ഇനി പലരും പറ്റിക്കപ്പെടുന്ന ഒരിടമാണ് റൂം റെന്റ് ലിമിറ്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ പോളിസിയിൽ റൂം വാടകയ്ക്ക് ഒരു പരിധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിധിക്ക് മുകളിലുള്ള റൂം എടുത്താൽ മരുന്നിനും ഓപ്പറേഷനും ഒക്കെ നിങ്ങൾ അധിക പണം നൽകേണ്ടി വരും. അതുകൊണ്ട് നോ റൂം റെന്റ് ക്യാപ്പിംഗ് ഉള്ള പോളിസികൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ICU വാടകയ്ക്കും ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നിലവിലുള്ള അസുഖങ്ങളെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയും. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് മറച്ചു വെക്കരുത്. ഈ അസുഖങ്ങൾക്ക് ചികിത്സ കിട്ടാൻ എത്ര കാലം കാത്തിരിക്കണം എന്ന് ചോദിക്കണം. ഇതിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സാധാരണ ഇത് 2 മുതൽ 4 വർഷം വരെയാണ്. എന്നാൽ 2026 പുതിയ പ്ലാനുകളിൽ അധിക പണം നൽകിയാൽ ഈ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യമാണ് നോൺ ക്ലെയിം ബോണസ്. ഒരു വർഷം നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലാതെ ഇൻഷുറൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ചികിത്സാ പരിധി കമ്പനി സൗജന്യമായി കൂട്ടി നൽകും. ചില കമ്പനികൾ ഇത് 100% വരെ നൽകാറുണ്ട്. അതായത് 5 ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അത് 10 ലക്ഷമായി മാറും. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്കാണ് കോ പേയ്മെന്റ്. ചികിത്സാ ചെലവിന്റെ ഒരു ഭാഗം നിങ്ങൾ കയ്യിൽ നിന്ന് നൽകണം എന്ന നിബന്ധനയാണിത്. സാധാരണഗതിയിൽ ഇത് ഇല്ലാത്ത പോളിസികൾ എടുക്കുന്നതാണ് ലാഭം. പ്രായമായവരുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ മാത്രമേ കോ പേയ്മെന്റ് അംഗീകരിക്കാവൂ. ഇപ്പോൾ മിക്ക പോളിസികളിലും റീസ്റ്റോറേഷൻ സൗകര്യമുണ്ട്. അതായത് ഒരു അസുഖത്തിന് പണം ചിലവാക്കി നിങ്ങളുടെ ഇൻഷുറൻസ് തുക തീർന്നു പോയാൽ കമ്പനി തനിയെ ആ തുക വീണ്ടും നിറച്ചു നൽകും. ഒരേ വർഷം തന്നെ മറ്റൊരു അസുഖം വന്നാൽ ഇത് വലിയ സഹായകമാകും. വാങ്ങുന്നതിന് മുൻപ് പോളിസി രേഖകൾ കൃത്യമായി വായിക്കുക. പ്ലാസ്റ്റിക് സർജറി, എല്ലിന്റെ ചികിത്സ തുടങ്ങിയ ചില കാര്യങ്ങൾ ഇൻഷുറൻസിൽ കിട്ടില്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കണം. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം അപകടങ്ങൾ അല്ലാത്ത ചികിത്സകൾക്ക് പണം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക. ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ മൈ സ്കീം പോർട്ടലിലോ കേരള സർക്കാരിന്റെ കെ-സ്മാർട്ട് വഴിയുള്ള സേവനങ്ങളോ പരിശോധിക്കാം. അംഗീകൃതമായ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ മാത്രം അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. ഓൺലൈനായി ചെയ്യുമ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളോ ബാങ്ക് OTPയോ ആർക്കും കൈമാറരുത്. ഇൻഷുറൻസ് കമ്പനികൾ ഒരിക്കലും ഫോണിലൂടെ OTP ചോദിക്കില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി കൃത്യമായി വിവരം തിരക്കുക. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് സംരക്ഷിക്കാൻ കൃത്യമായ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.